കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിലെ മാങ്ങ സീസണൊക്കെ ഏകദേശം കഴിഞ്ഞു അല്ലേ? എന്നാലും ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും മൂത്ത മാങ്ങ ഉണ്ടാവും. അതായത് മുഴുവനായിട്ട് പഴുക്കാതെ ചെറിയ മധുരത്തോട് കൂടിയിട്ടുള്ള മാങ്ങ ഇപ്പോഴും കിട്ടാനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ രുചിയേറിയ ഒരു അച്ചാറാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. എനിക്കും നാട്ടിൽ നിന്ന് കുറച്ച് മൂത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു അച്ചാറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ അച്ചാറുണ്ടാക്കാനായിട്ട് ചെറിയ 5 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. വലുതാണെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കുന്ന പൊടിയുടെയൊക്കെ ഒരു അളവിന് 3 മാങ്ങ മതിയാവും. അപ്പോൾ മാങ്ങ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും മൂത്ത് വന്ന മാങ്ങയാണ്, ചെറിയ മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോല് മുഴുവനായിട്ട് കളഞ്ഞിട്ടില്ല, കറുത്തിരിക്കുന്ന ഭാഗം അങ്ങനെയൊക്കെ കളഞ്ഞിട്ടുള്ളൂ. തോല് നല്ല കട്ടിയുണ്ടെങ്കിൽ മാത്രം മുഴുവനായി കളഞ്ഞാൽ മതി. നേരിയ തോലാണെങ്കിൽ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ കറുത്ത ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം മാങ്ങ ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അച്ചാറിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകിൻ്റെ പരിപ്പ് ആവശ്യമുണ്ട്. കടുകിൻ്റെ പരിപ്പ് വാങ്ങിയത് വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കടുക് വെച്ചിട്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാം. കടുക് ഇതുപോലെ ഒരു പാനിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ, നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരാൻ മാത്രമേ പാടുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചൊന്ന് തണുത്തിട്ട് നമുക്കിതുപോലെ ഒരു ചെറിയ ഉരുളിയിലോ അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടോ എടുത്താൽ മതി കേട്ടോ. ഞാനിത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ കടുകിൻ്റെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 ടീസ്പൂൺ കടുക് പരിപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തയ്യാറാക്കി എടുത്താൽ മതി. പിന്നെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ചേർക്കുന്നത്. നല്ലെണ്ണ ഞാൻ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം ഇത് ഒരുപാട് കാലം ഇരിക്കാനുള്ള അച്ചാറൊന്നുമല്ല കേട്ടോ. ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ട് അധിക നാളൊന്നും ഇരിക്കില്ല, കാരണം അതിൻ്റെ ടേസ്റ്റ് കൊണ്ട് 2-3 ദിവസം കൊണ്ട് തന്നെ അതങ്ങ് തീർന്ന് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് 2 ടേബിൾ സ്പൂൺ വരെ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അച്ചാർ കൂടുതൽ കാലം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഈ ഒരു അച്ചാറിൽ വെളുത്തുള്ളി കുറച്ചധികം ചേർക്കും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വരെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്നും മാറാൻ നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ മുളക് പൊടി കാശ്മീരി മുളകും സാധാരണ മുളകും ഒരുമിച്ച് പൊടിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ വരെ കായം പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ അളവ് കുറക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് വരെ വിനാഗിരി, അതായത് സിർക്ക ചേർക്കാം. അപ്പോൾ ഞാനിതിൽ പകുതി വെള്ളവും കൂടിയാണ് കേട്ടോ ചേർക്കുന്നത്. പകുതി സിർക്കയും പകുതി വെള്ളമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് സിർക്ക തന്നെ ചേർത്ത് കൊടുക്കുക, വെള്ളം ചേർക്കരുത്. അപ്പോൾ സിർക്ക ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് വെള്ളമാണ്. നേരത്തെ സിർക്ക ചേർത്ത അതേ അളവിൽ തന്നെ ഒരു 1/3 കപ്പ് വരെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അച്ചാർ 3-4 ദിവസമൊക്കെ വീട്ടിലിരിക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വെള്ളമൊക്കെ ചേർത്തത്. നിങ്ങൾ കുറേ കാലം വെക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക, സിർക്ക മാത്രം ചേർക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഈ വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർക്കാം. മാങ്ങ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ ചേർത്ത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് തയ്യാറാക്കി വെച്ച നമ്മുടെ കടുകിൻ്റെ പരിപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ വരെ കടുകിൻ്റെ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഫ്ലെയിം നേരത്തെ മാങ്ങ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കടുക് പരിപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ അച്ചാർ അടുപ്പത്തു നിന്ന് മാറ്റാം. അച്ചാർ അടുപ്പത്തു നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് സമയം കൂടി ഇളക്കി കൊടുക്കുക. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതാ നമ്മുടെ അച്ചാർ റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഞാനിതൊരു ബോട്ടിലിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ മൂത്ത മാങ്ങ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്.
പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാം. പക്ഷേ മൂത്ത മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുമ്പോഴാണ് ഈ കുറച്ചധികം വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പച്ചമാങ്ങ വെച്ചിട്ട് തയ്യാറാക്കുന്ന കുറേ അച്ചാറിൻ്റെ റെസിപ്പീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. മാംഗോ പിക്കിൾസ്ന്ന് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മൂത്ത മാങ്ങ വെച്ചിട്ട് തയ്യാറാക്കി നോക്കൂ. എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. താങ്ക്